ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ നോമ്പിന്റെ 26-ാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടം വിട്ട് സോർ, സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാനി സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരവും പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കളയേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്നു, കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൌഖ്യം വന്നു. വ്യത്യസ്തങ്ങളെ വൈരുദ്ധ്യങ്ങളായും ഒഴിവാക്കപ്പെടേണ്ടവയെ തിന്മകളായും കാണുക എന്നത് മനുഷ്യസഹജമായ ഒരു ലോകനമാണ്. മനുഷ്യൻ മൂക്കിലൂടെ ശ്വസിക്കുന്നു, എന്നാൽ മീനുകളോ അതിന്റെ ചെകളകളിലൂടെയാണ് ശ്വസിക്കുന്നത്. എന്നാൽ മനുഷ്യന് വെള്ളത്തിൽ ശ്വാസം മുട്ടുന്നു, എന്നാൽ മീനുകൾ കരയിൽ ശ്വാസം മുട്ടുന്നു. ഇതേപോലെ തന്നെ നമ്മൾ പക്ഷികളെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പ്രാവിനെയും മൂങ്ങയെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പ്രാവിനെ വിശുദ്ധിയുടെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, എന്നാൽ മൂങ്ങയെ അശുദ്ധിയുടെ പ്രതീകമായി കണക്കാക്കുന്നു. എന്നാൽ ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെ വ്യത്യസ്തങ്ങളെ പലതായി തരംതിരിച്ച് കാണുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ബൈബിളിലൂടെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, യഹൂദരും വിജാതീയരും തമ്മിൽ നിരന്തര സംഘർഷത്തിലായിരുന്നു. എന്നാൽ ഇതെല്ലാം ദൈവത്തിന്റേതായിട്ടുള്ള മനുഷ്യ സൃഷ്ടിയാണ് എന്നുള്ളത് മനസ്സിലാകാതെ വന്നപ്പോഴാണ് ഇവർ തമ്മിൽ കലഹത്തിന്റെ ആരംഭം ഉണ്ടായത്. നമ്മൾ ഇന്ന് വേദപാഠമായി ധ്യാനത്തിനായി വായിച്ച വേദഭാഗത്ത് നമ്മൾ കനാന്യ സ്ത്രീയെക്കുറിച്ച് കാണുവാൻ കഴിയും. ഈ കനാന്യ സ്ത്രീ യഹൂദരെക്കാൾ അവളുടെ അവിശ്വാസ തീക്ഷ്ണതയും എത്രമാത്രം ഉറച്ചവളായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. ആ 22-ാമത്തെ വാക്യത്തിൽ യേശുവിനെ അഭിസംബോധന ചെയ്യുന്ന ഒരു വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അത് കാണുവാൻ കഴിയും. യേശുവെ, ദാവീദ് പുത്ര, കരുണ തോന്നണമേ. ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് യേശുവിന് മാത്രമേ അവളെ സൌഖ്യമാക്കാൻ, അവളുടെ മകളെ സൌഖ്യമാക്കാൻ കഴിയൂ എന്നുള്ള അതിയായ വിശ്വാസമാണ് യേശുവിനെ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നതിന് കഴിയുമാറാക്കിയത്. തന്നിൽ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും, എന്തൊക്കെ ന്യൂനതകൾ അവളിലുണ്ടെങ്കിലും അവളെ സഹായിക്കുന്നത് ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് അവൾ അതിഗാഠമായി തന്നെ വിശ്വസിച്ചു. നമ്മൾ ആദ്യം വായിച്ച വേദവചനത്തിൽ നമുക്ക് കാണാം, അവൾ ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ അവൾ നനച്ചതുപോലെ നടക്കാതെ വന്നപ്പോഴും അവൾ അവളുടെ വിശ്വാസത്തെ തള്ളിപ്പറയുന്നതിനോ ആ വിശ്വാസത്തിൽ നിന്ന് മാറുന്നതിനോ അവൾ തയ്യാറായില്ല. അവൾ യേശുവിന്റെ കരങ്ങളിൽ തന്നെ പിടിച്ച് ആ വിശ്വാസത്തിൽ ഉറച്ചു. അവളുടെ ആ വിശ്വാസം അവളെ രക്ഷിച്ചു. അവളുടെ ആ വിശ്വാസത്താൽ അവളുടെ മകൾക്ക് സൌഖ്യം കിട്ടി. നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പല ഭാഗങ്ങളും കാണാം. നമ്മൾ പല പ്രതിസന്ധികളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ ശത്രുപക്ഷത്താണ് നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകും. എന്നാൽ ഈ സമയത്തും അതൊരു തോന്നൽ മാത്രമാണ്. എന്നാൽ ആ സമയത്തും നമ്മൾ ആരിൽ വിശ്വസിക്കുന്നു, നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് ആ കനാന്യ സ്ത്രീയെ പോലെ തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, ഈ വ്യത്യാസങ്ങളുടെ ഈ ലോകത്ത് ഞങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് ഉയരുവാനും ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും വിശ്വാസത്തെ മറ്റുള്ളവരിലേക്ക് പകരുവാനും ഞങ്ങളെ തുണയ്ക്കണമേ. ആമേൻ.